ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇത് നമ്മൾ മിററിന്റെ കേസിൽ നമ്മൾ പഠിച്ചാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇക്വേഷന് ചെറിയൊരു വേരിയേഷൻ ഉള്ളു. ഈ ലീനിയർ മാഗ്നിഫിക്കേഷന് നമുക്കൊരു ഡെറിവേഷനും പഠിക്കാനുണ്ട്, അത് നമ്മളൊന്ന് പഠിക്കണം. ഓക്കെ, വലിയതൊന്നും അല്ല, ചെറുതാണ്, നമുക്കതൊന്ന് നോക്കാം. അപ്പൊ ലീനിയർ മാഗ്നിഫിക്കേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എന്ന് വെച്ചിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് height of image it is the ratio of height of image to height of object. height of object എന്നുള്ള കാര്യം ആലോചിക്കുക. ഒബ്ജക്ട് അത് അവിടത്തെ പോലെ തന്നെ m is equal to എന്താ, hi divided by ho എന്നാണ്. സ്കൂളിൽ h dash divided by h എന്നായിരിക്കും പഠിപ്പിക്കുന്നത്. hi by ho എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും നമുക്ക് ഇതിന്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മൾ m is equal to നെഗറ്റീവ് v by u എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇവിടെ പോസിറ്റീവ് v by u ആണ്. അപ്പം അതെങ്ങനെയാണ് അത് വന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചെറിയൊരു ഡെറിവേഷൻ ആണ്. അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഈ ഒരു അത് വരയ്ക്കണേ. വലിയ ഇതൊന്നും ഇതായിട്ട് വരയ്ക്കേണ്ട, റഫായിട്ട് വരച്ചാലും മതി. ഈ ഒരു ഫിഗർ വരയ്ക്കുക. നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. ആദ്യം ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുന്നു, പിന്നെ 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് 3 സെന്റിമീറ്റർ എടുത്ത് സെന്റർ ഓഫ് കർവേച്ചർ ലെഫ്റ്റിലോട്ടും ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരുന്നല്ലോ നേരത്തെ വരച്ചത്, അത് തന്നെ ഇവിടെ വരയ്ക്കുകയാണ്. സെയിം ഇമേജ്, സെയിം കൺസെപ്റ്റ് തന്നെ. നമ്മളൊരു ലൈറ്ററെ പാരലായിട്ട് വന്നു, അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു. അടുത്തത് ഒപ്റ്റിക് സെന്ററിലൂടെ പോയി, എന്നിട്ട് എന്ത് ചെയ്തു, അത് ഒപ്റ്റിക് സെന്ററിലൂടെ പോയി അത് നേണ്ട ഇവിടെ വന്ന് മുട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയോണ്ട് സി ആയിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്തെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഇവിടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ HO, ഇതാണ് നമ്മുടെ HI. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ നെയിം കൊടുക്കുകയാണ്. ഇത് A, B, അതേപോലെ തന്നെ ഇത് A ഡാഷ് B ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. A ഡാഷ് B ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഈ നമുക്ക് ഓൾറെഡി നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പം നമ്മൾ ഏത് 2 ട്രയാങ്കിൾ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട കേട്ടോ. നമ്മൾ ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ആ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, അതായത് ട്രയാങ്കിൾ ഇതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് കൂടെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. ഇത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് u, ഇത് ഫോക്കൽ ലെങ്ത് സ്മോൾ f, ഇത് ഇമേജ് ഡിസ്റ്റൻസ് v. എന്നിട്ട് എഴുതുക ഇൻ ട്രയാങ്കിൾ AOB and in triangle AOB and A dash OB dash നമുക്ക് എന്തെന്ന് എടുക്കാം, അത് രണ്ടും സിമിലർ ആണ് അല്ലേ, സിമിലർ ആണ്. ജസ്റ്റ് സിമിലർ ആണ് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. സിമിലർ എടുക്കുക. എന്നിട്ട് എന്താ, നമ്മൾ സൈഡ് റേഷ്യോയിലാകുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, A dash B dash, വലിയ ട്രയാങ്കിൾ ബൈ ചെറിയ ട്രയാങ്കിൾ അങ്ങനെ എടുത്തത്. A dash B dash ഡിവൈഡ് ബൈ AB ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, A dash O ഡിവൈഡ് ബൈ എന്താണ്, AO എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന എന്താ, A dash B dash എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, AB എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, AO dash എന്ന് പറയുമ്പോൾ നോക്കി O തൊട്ട് A dash വരെയുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ് ആണ്, V എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇത് U ആണ്, U എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ സൈൻ കൺവെൻഷൻ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റൈറ്റിലോട്ട് എടുക്കുന്ന എല്ലാം പോസിറ്റീവ്, ലെഫ്റ്റിലോട്ട് എടുക്കുന്ന എല്ലാം നെഗറ്റീവ്, മുകളിലോട്ട് എടുക്കുന്ന എല്ലാം പോസിറ്റീവ്, താഴോട്ട് എടുക്കുന്ന എല്ലാം നെഗറ്റീവ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇല്ലയോ. അതായത് ഇങ്ങോട്ട് എടുക്കുന്ന എല്ലാം പോസിറ്റീവ്, ഇങ്ങോട്ട് എടുക്കുന്ന എല്ലാം നെഗറ്റീവ്, മുകളിലോട്ട് എടുക്കുന്ന എല്ലാം പോസിറ്റീവ്, താഴോട്ട് എടുക്കുന്ന എല്ലാം നെഗറ്റീവ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി, ഹൈറ്റ് ഓഫ് ഇമേജ് താഴെയാണ്, അപ്പൊ നെഗറ്റീവ് HI എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മുകളിലാണ്, പോസിറ്റീവ് HO എന്ന് എടുക്കാം. അത് കഴിഞ്ഞ് V എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റിലാണ്, പോസിറ്റീവ് V എന്ന് എടുക്കാം. U എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, അപ്പൊ നമുക്ക് എന്തെന്ന് എടുക്കാം, നെഗറ്റീവ് U എന്ന് എടുക്കാം.
അപ്പൊ രണ്ട് സൈഡിലും ഓരോ നെഗറ്റീവ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് തന്നെയാണ് കിട്ടുക? HI ഡിവൈഡഡ് ബൈ HO ഈസ് ഈക്വൽ ടു V ബൈ U. അപ്പം HI ബൈ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് നമ്മൾ ആദ്യം എടുത്തത്? ഫസ്റ്റ് നമ്മൾ ഇത് എടുത്തപ്പം M എന്നല്ലേ എടുത്തത്? Therefore നമുക്ക് എന്തെന്ന് എടുക്കാം? M ഈസ് ഈക്വൽ ടു എന്താ? V ബൈ U എന്നാണ് എടുത്തത്. ഇതായിരിക്കും മാഗ്നിഫിക്കേഷന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അത് കോൺകേവിന്റെ കൺസിഡർ ചെയ്താലും കോൺവെക്സിന്റെ കൺസിഡർ ചെയ്താലും ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. സൈൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഞാനിപ്പോ തൽക്കാലം കോൺവെക്സിന്റെ വെച്ച് ചെയ്യുന്നുള്ളൂ മാഗ്നിഫിക്കേഷൻ. കോൺകേവിന്റെ വെച്ച് ചെയ്താലും അത് തന്നെ. നമ്മൾ ആ നേരത്തെ കഴിഞ്ഞ ഇന്നലെ കോൺകേവിന്റെ വരച്ച അതേ പടം തന്നെ വരച്ചാലും മതി. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മള് കോൺകേവിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചപ്പോഴും എന്താണ് കോൺകേവ് മിററിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചപ്പോഴും കോൺവെക്സ് മിററിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചപ്പോഴും അവിടെ നമ്മൾ രണ്ട് ഡെറിവേഷനും കൂടെ എക്സ്ട്രാ ചെയ്തായിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി യു അല്ല വി എം എഫും അതേപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു എം എഫും ഇവിടെയും അതേപോലെ വിയും എം എഫും യു എം എഫും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടെ ചെയ്യാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ലെങ്കിൽ മാഗ്നിഫയിങ് പവർ in terms of u and f. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്തെടുക്കുക? ഫ്രം ലെൻസ് ഫോർമുല. ഇത് ഹെഡിങ് ആണ്. ഫ്രം ലെൻസ് ഫോർമുല. അവിടെ നമ്മൾ മിറർ ഫോർമുല ഉപയോഗിച്ചത് അല്ലേ? ഇവിടെ ലെൻസ് ഫോർമുല അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നോക്കിയോ, ഫ്രം എന്താണ് ലെൻസ് ഫോർമുല എന്താ? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. എനിക്ക് യുവും എമ്മും എഫും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാത്തിനെയും യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അവിടെ അതുപോലെ തന്നെ ചെയ്തത്. മൾട്ടിപ്ലൈയിങ് each term with u. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/f into u is equal to 1/v into u minus 1/u into u. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ u/f is equal to u/v minus എന്താ? u/u. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ ഈ യുവും കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? u/f is equal to u/v minus 1 എന്ന് വരുന്നു. ഈ മൈനസ് 1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, u/f പ്ലസ് 1 is equal to എന്താ? u/v എന്നാ വരുന്നത്. ഈ സൈഡിൽ ഞാൻ എൽസിഎം കൂടെ എടുക്കുകയാണ്. എൽസിഎം എടുക്കുമ്പോൾ ഈ എഫിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, u പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് ഈസ് ഈക്വൽ ടു u/v. നമുക്ക് m ആക്കണമെങ്കിൽ ഇത് v/u ആക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നേരെ തിരിക്കണം, ഇവിടെയും നേരെ തിരിക്കണം. അങ്ങനെയാണെങ്കിൽ f/u പ്ലസ് v ഈസ് ഈക്വൽ ടു എന്താ? v/u എന്ന് വരും. v/u എന്ന് പറഞ്ഞാൽ എന്താ? m അല്ലേ? അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? m ഈസ് ഈക്വൽ v/u എന്ന് പറയുമ്പോൾ m ആണ്. അപ്പൊ നമുക്ക് therefore ഫൈനലി നമുക്ക് m ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? f ഡിവൈഡഡ് ബൈ u പ്ലസ് f എന്ന് എഴുതാം. അതാണ് നമ്മുടെ എമ്മും യുവും എഫും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ സൈൻ കൺവെൻഷൻ ഞാൻ കൊടുത്തിട്ടില്ല. സൈൻ കൺവെൻഷൻ കൊടുക്കാതെ അത് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് റേ ഡയഗ്രാം അനുസരിച്ച് വേണം നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ജനറൽ ഇക്വേഷനാണ്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ മർത്തോമ സ്കൂളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇവര് സൈൻ കൺവെൻഷനും കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള എന്താണ് ജനറൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ഞാനത് പറഞ്ഞു തരത്തില്ല. കാരണം എന്താ അറിയോ? നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യന് എവിടെ ഒബ്ജക്റ്റ് എവിടെ ഇമേജ് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം അതനുസരിച്ച് നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ശരിക്കും ജനറൽ ഇക്വേഷൻ. ഇതിനകത്ത് സൈൻ കൺവെൻഷൻ വരുമ്പോൾ എന്താ ചിലപ്പം f-u എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചെഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി മാഗ്നിഫൈയിങ് പവർ ഇൻ ടേംസ് ഓഫ് വി ആൻഡ് എഫ്, അതായത് എം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം വി എഫ്, അതാണ് അടുത്ത പറയാൻ പോകുന്നത്. എഴുതിക്കോളൂ. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയണേ കേട്ടോ, എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാം. അപ്പം അടുത്ത ഡെറിവേഷൻ മാഗ്നിഫൈയിങ് പവർ, മാഗ്നിഫൈയിങ് പവർ in terms of V and F. അവിടെയും നമുക്ക് we have എന്താണ് 1/f ഈക്വൽ എന്താ 1/v മൈനസ് 1/u. എം ഉം വിയും എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാൻ ഈ ഇക്വേഷനെ എല്ലാത്തിനെയും v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മിററിന്റെ കേസിലും അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ മൾട്ടിപ്ലൈയിങ് each term with v. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/f into v is equal to 1/v into v minus 1/u into v. അങ്ങനെയാണെങ്കിൽ നമുക്ക് v/f is equal to v/v minus v/u എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് v/v കട്ട് ചെയ്യാം. അപ്പം v/f is equal to 1 minus v/u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ആണ്, നമ്മൾ പഠിച്ചാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, നമ്മൾ ഈ മൈനസ് എമ്മിനെ ഇങ്ങോട്ടും ഈ പ്ലസ് v/f നെ ഇങ്ങോട്ടും കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ നോക്കിയോ, മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ പ്ലസ് എം ഈസ് ഈക്വൽ ടു 1 മൈനസ് v/f ആണ്. അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ f മൈനസ് v ഡിവൈഡഡ് ബൈ f എന്ന് വരും. ദിസ് ഈസ് ദ റിലേഷൻ കണക്ടിങ് എം വി എഫ് ഇൻ കേസ് ഓഫ് ലെൻസ്. മിററിന്റെ കേസിലും വേരിയേഷൻ ഉണ്ടാവും, ലെൻസിന്റെ കേസിലും വേരിയേഷൻ ഉണ്ടാവും. ആ മുകളിൽ കാണിക്കാം. ഇതാണോ ഇതിന്റെ തുടക്കമാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് എ ലെൻസ്. ഹെഡിങ് എഴുതുക, പവർ ഓഫ് എ ലെൻസ്. The power of a lens is a measure of degree of convergence or divergence of light ray falling on it. അതായത് ഒരു ലെൻസിലോട്ട് വന്നു വീഴുന്ന ലൈറ്റ് റേനെ എത്രത്തോളം കൺവേർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യാനോ ഉള്ള അതിന്റെ കഴിവിനെ, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എത്രത്തോളം ബെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് ലെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഈ കർവേച്ചർ കുറഞ്ഞ ഫ്ലാറ്റ് ലെൻസുകൾക്കൊക്കെ എന്തായിരിക്കും അറിയാമോ, പവർ വളരെ കുറവായിരിക്കും. നിങ്ങൾ ചിലരുടെ കണ്ണാടി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, സോഡാ ഗ്ലാസ് എന്നൊക്കെ പറയത്തില്ലേ? സോഡാ ഗ്ലാസ് മീൻസ് അവരുടെ ലെൻസിന് ഭയങ്കര തിക്നെസ് ആയിരിക്കും, അവരുടെ ലെൻസിന് കർവേച്ചർ ഇങ്ങനെ കൂടുതലായിരിക്കും. കർവേച്ചർ ഭയങ്കര കൂടുതലാണെങ്കിൽ അവരുടെ പവർ ഭയങ്കര കൂടുതലായിരിക്കും. അതായത്
ബെൻഡിങ് വളരെ കൂടുതലായിരിക്കും എന്നർത്ഥം. നേരെ മറിച്ച് ഇപ്പം സാധാരണ ഇപ്പം എന്റെ കണ്ണിന്റെ എനിക്ക് കണ്ണിനൊരു ഡിഫക്റ്റ് ഉണ്ട്, ഷോർട്ട് സൈറ്റ് ആണ്. അപ്പൊ ആ ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ പവർ എന്ന് പറയുമ്പോൾ -0.5 ആണ്. -0.5 ആണ്, -0.5 ഡയോപ്റ്റർ ആണ് എന്റെ പവർ. അപ്പൊ എന്റെ ലെൻസ് വലിയ എന്താണ് തിക്കായിട്ടുള്ള ലെൻസ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ലെൻസ് ആണ്. പക്ഷെ എന്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിയുടെ പവർ എന്ന് പറയുമ്പോൾ 3.5 ആണ്, -3.5 ഡയോപ്റ്റർ ആണ്. പുള്ളിയുടെ ലെൻസ് സോഡ ഗ്ലാസ് ഇരിക്കുന്നവരായിരിക്കും, നല്ല കട്ടിയാണ് ലെൻസിന്. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിൻ ആയിട്ടുള്ള ലെൻസ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇതേലോട്ട് ലൈറ്റ് റേ വന്ന് വീഴുന്ന സമയത്ത് എന്തായിരിക്കും, ബെൻഡിങ് വളരെ കുറവായിരിക്കും. അതായത് ബെൻഡിങ് വളരെ കുറവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, ഈ ലൈറ്റ് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങ് പോകും. ഇവിടെ ആയിരിക്കും ഇതിന്റെ ഫോക്കൽ ലെങ്ത് വരിക. അതായത് ഫോക്കൽ ലെങ്ത് വേണ്ട ഇത്രയും ആയിരിക്കും. ഇതതിന്റെ ഫോക്കൽ പോയിന്റ് ആണ്, ക്യാപിറ്റൽ എഫ്. ഈ ലെങ്ത് ഫോക്കൽ ലെങ്ത് കണ്ടോ. അപ്പൊ ഇവിടെ ബെൻഡിങ് കുറവാ. നോർമലി പോവാണെങ്കിൽ, നോർമലി വരയ്ക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആണ്. കണ്ടോ. അപ്പൊ എത്രത്തോളം ബെൻഡിങ് സംഭവിച്ചു, ഇത്രത്തോളം ബെൻഡിങ് സംഭവിച്ചു. ഇതിന് ഡെൽ എന്നാ പറയാ, ബെൻഡിങ്. ഇനി നേരെ മറിച്ച് ഒരു തിക്കായിട്ടുള്ള ലെൻസ് ആണെങ്കിലോ, ഞാൻ സെയിം തന്നെ ഒരു തിക്കായിട്ടുള്ള ഒരു ലെൻസ് വരയ്ക്കാം. നിങ്ങളിത് റഫായിട്ടൊന്ന് വരച്ചിട്ടേക്കണം കേട്ടോ, ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. തിക്കായിട്ടുള്ള ഒരു ലെൻസ് ഞാൻ എടുക്കാം. ഈ തിക്കായിട്ടുള്ള ലെൻസ് എടുക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, നമ്മൾ ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ എന്താ ഒരു ഇത് എന്താണ് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. നമ്മൾ ഒരു ലൈറ്റ് റേ ഇതേ വന്ന് വീണ് കഴിഞ്ഞാൽ നോക്കിയോ, ലൈറ്റ് റേ ഇതേ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ബെൻഡ് ചെയ്യും. നല്ല രീതിയിൽ ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ് അർത്ഥം. കണ്ടോ. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് വേണ്ട ഇത്രമേ ഉള്ളൂ. ഇത് ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത്, ഇതാണ് ഫോക്കൽ പോയിന്റ്. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, സ്മോൾ എഫ് ഇത്രയുമേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ശരിക്കും ഈ ലെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോയേനെ. അപ്പൊ എത്ര ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ടാക്കിയത് ഇത്രയുമാണ്. കണ്ടോ. അപ്പൊ ഇവിടെ ഈ കൺവേർജൻസ് കൂടുതലാണ്, ഈ മുകളിലുള്ള ലെൻസിന് കൺവേർജൻസ് കുറവാണ്. അപ്പം കൺവേർജൻസ് കുറവാണെങ്കിൽ ബെൻഡിങ് കുറവാന്ന് അർത്ഥം. ബെൻഡിങ് കുറവാണെങ്കിൽ ദൂരോട്ട് പോകുന്ന അർത്ഥം. ദൂരോട്ട് പോവാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലാന്ന് അർത്ഥം. കണ്ണിന് ഈ രണ്ട് കണ്ടീഷനും ചെയ്യാൻ പറ്റും. അതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. കണ്ണിന് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റും, അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണ്ണിന്റെ പ്രത്യേകത. അപ്പൊ അത് എന്താ അതിനെ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഐ പഠിക്കുന്ന സമയത്ത് നമുക്കത് ഐയെ പറ്റി ഒന്നും ചോദിക്കത്തില്ല, എന്നാലും ഞാൻ ചെറിയ 2-3 നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പവർ ഇവിടെ പവർ കുറവാണ്, ഇവിടെ പവർ കുറവാണ്, ഇവിടെ പവർ കൂടുതലാണ്, അല്ലയോ. പവർ കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടി, പവർ കൂടിയപ്പോൾ ഫോക്കൽ ലെങ്ത് കുറഞ്ഞു, ശരിയല്ലേ. അതാണ് നമുക്ക് ഈ പടത്തിൽ നിന്ന് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ, ഇല്ലയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പവറിനെ ഫോക്കൽ ലെങ്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എഴുതുക. അപ്പം therefore power of lens can also be defined as power of a lens defined as വേണ്ട, lens is the reciprocal of focal of focal length. അവിടെ നിന്ന് നമുക്ക് P എന്ന് എഴുതാം, 1/small f എന്ന് എഴുതാം. എപ്പോഴും ആലോചിച്ചോണം, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ആ പോയിന്റിനെ സൂചിപ്പിക്കാനാണ്, പ്രിൻസിപ്പൽ ഫോക്കസ്. സ്മോൾ എഫ് എന്ന് പറയുന്നത് ആ ലെങ്തിനെ സൂചിപ്പിക്കാനാണ്, അത് എപ്പോഴും ഓർക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത്, ഈ ഫോക്കൽ ലെങ്ത് is measured focal length is measured in meter. The unit of power of lens if focal length of lens is measured in meter, then unit of power is called diopter. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്ത് സെന്റിമീറ്റർ ആണെങ്കിലും അതിനെ മീറ്ററിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫോക്കൽ ലെങ്തിന്റെ ഇക്വേഷനകത്തിട്ട് കൊടുത്ത് പവർ കണ്ടുപിടിക്കാൻ. അപ്പം മീറ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് മീറ്ററിലാണെങ്കിൽ മാത്രമേ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ എന്ന് പറയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനിയും എങ്ങനെയാണ് പവർ ഈസ് ഈക്വൽ ടു 1/f വന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന്, ഒരു ചെറിയൊരു സ്മോൾ ഡെറിവേഷൻ അല്ലാതെ
ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ്, അതിനുവേണ്ടി ഒരു പടം വരയ്ക്കുക. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ, നമ്മൾ തന്നെ ഇങ്ങനെ എഴുതാൻ പോവാണ്. അതായത് ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് വരച്ചു. ഇവിടെ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണ്. അത് എന്താണ് ഫോക്കസിൽ കൂടെ, ഇതിന്റെ ഫോക്കസ് ഇവിടെയാണ്, ഫോക്കസിൽ കൂടെ അത് എന്ത് ചെയ്തു, ബെൻഡ് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ഇത് ഒപ്റ്റിക് സെന്റർ ആണ്. ഇതിനിടയിലുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെ പോകേണ്ടതായിരുന്നു, ഇത് തന്നെ ഇങ്ങനെ പോകേണ്ടതായിരുന്നു അല്ലേ? അതായത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയാ പോകുന്നത്? ഇപ്പം ഇത് ഡോട്ട് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം. ഇത് ഇങ്ങനെ ഒരു വരയില്ല. ഓക്കെ, ഇങ്ങനെ പോകേണ്ടതായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാക്കി? ഒരു ഡെൽ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കി. ഓക്കെ ആണല്ലോ. ഇത് ഡെൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും ഡെൽ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇതും പാരലൽ ലൈൻസ് ആണ്, ഇത് ട്രാൻസ്വേഴ്സൽ ആണ്. ആ ഡെൽ എന്ന് പറയുന്ന രണ്ട് ആംഗിളും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇസഡ് പോലെയോ എൻ പോലെയോ വന്നു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയാം? അതിനെ നമ്മൾ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്നായിരിക്കും പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഡെൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്ക് അതിന്റെ ആ ഹൈറ്റിനെ ജസ്റ്റ് എച്ച് എന്നിട്ട്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവിടെ നിൽക്കുന്നത്. അതിനെ നമ്മൾ 1 ആയിട്ട് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ പേര് കൊടുക്കാൻ പോകുന്നത് ഓ, ഈ പോയിന്റിനെ ഡി എന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇൻ ട്രയാങ്കിൾ ഒ ഡി എഫിനകത്ത് ഞാൻ ടാൻ ഡെൽ എടുക്കാൻ പോവാ. ആംഗിൾ ഡെൽ ആണ്, ടാൻ ഡെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടാൻ എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ എന്താ, ഹൈപ്പോട്ടന്യൂസ്, സോറി, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ ഡെൽ ഈക്വൽ ടു, ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എച്ച് അല്ലേ, അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലേ, എഫ് അല്ലേ. നമുക്ക് എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ അസ്യൂം എച്ച് ഈസ് അസ്യൂംഡ് ടു ബി, എച്ച് ഈസ് അസ്യൂംഡ് ടു ബി 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? ടാൻ ഡെൽ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/f എന്ന് കിട്ടും. 1/f എന്ന് പറഞ്ഞാൽ എന്താ, പവർ ആണ്. therefore നമുക്ക് പവർ ഈക്വൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ ഭാഗത്തെ ആംഗിളിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആംഗിൾ വെച്ചിട്ട് പവർ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാറുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. ഒന്ന് ഓർത്ത് വെച്ചു. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഒരു ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ കേസുകളുണ്ട്. എനിക്കൊന്നൊരു 10ഓളം കേസുകൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷവും ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പാടായിട്ടാണ് വന്നത്. പക്ഷെ ഇതിന്റെ നമ്മൾ തന്ന 10 കേസിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ നോട്ടിനകത്ത് ഒരു 8 കേസോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു കേസാണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം ആ 8 കേസിൽ ഒരു കേസ് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ആ 8 കേസിൽ ഒരു കേസ് ചോദിച്ചായിരുന്നു. ഇനിയും നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ഇതിനകത്തൊന്നും ഈ വർഷം കേസ് അല്ലായിരിക്കും ചോദിക്കുന്നത്, ഡെറിവേഷൻ ഇതേപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഡെറിവേഷൻ ഏത് വേണേ ചോദിക്കാം. അതായത് ഡെറിവേഷൻ ചോദിക്കാം, ന്യൂമറിക്കലും ചോദിക്കാം, ഈ പറഞ്ഞ പോലെ മറ്റേ കേസസ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവൽ വേണേലും ചോദിക്കാം. ഓക്കെ ആണല്ലോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ലെൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഡെറിവേഷൻ ആണ്, പ്യുവർലി ഡെറിവേഷൻ. ആ ഡെറിവേഷനിൽ നിന്ന് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ച പോലെ തന്നെ കുറെ കേസുകളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എഴുതിക്കോളൂ, ഹെഡിങ് എഴുതിക്കോളൂ, കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഇൻ കോണ്ടാക്ട്. കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ കോണ്ടാക്ട് അങ്ങനെ എഴുതിയാൽ മതി. കോമ്പിനേഷൻ ഓഫ്
എഴുതിക്കോളൂ. കോമ്പിനേഷൻ ഓഫ് lenses in contact. Combination of lenses in contact. അപ്പൊ അതിനകത്ത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമ്മൾ നേരത്തെ രണ്ട് സർഫസ്, നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ചപ്പോൾ വരയ്ക്കല്ലേ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ചപ്പോൾ നമ്മൾ ഈ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നതിനെ പറ്റിയും പഠിച്ചു, ഈ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നതിനെ പറ്റിയും പഠിച്ചു. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? ഈ സർഫസിന്റെ ഇമേജ് ആണ് രണ്ടാമത്തെ സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ രണ്ട് ലെൻസിലാണ് എടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓർത്തോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കൺസെപ്റ്റ്. ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കേസുകളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്താണ് കണക്ട് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിള്ളേർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ നമ്മുടെ ഇവിടെ പഠിച്ചവരിൽ ഒരു 70% പേര് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി, 30% പേര് അത് കാണാതൊക്കെ പഠിച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമ്മൾ രണ്ട് ലെൻസ് വരയ്ക്കുന്നു. അത് രണ്ടും കോണ്ടാക്റ്റിലാണ്. രണ്ട് ലെൻസും നമ്മൾ കോണ്ടാക്റ്റിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്റെ ഒപ്റ്റിക് സെന്റർ വരയ്ക്കുന്നു. അല്ല, ഒപ്റ്റിക് സെന്റർ അല്ല, പ്രിൻസിപ്പൽ ആക്സിസ് ആദ്യം വരയ്ക്കുന്നു. രണ്ടിന്റെ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഈ ആദ്യത്തെ ലെൻസിനെ L1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ലെൻസിനെ L2 എന്ന് വിളിക്കുന്നു. ഇനി ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ F1 എന്ന് ഇവിടെ അങ്ങ് എഴുതുകയാണ്. രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് F2 എന്ന് നമ്മൾ ഇവിടെ അങ്ങ് എഴുതുക. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ചപ്പോഴും നമ്മൾ ഫോക്കൽ ലെങ്തോ അല്ലെ ഫോക്കസോ അല്ലെ ഫോക്കൽ പോയിന്റോ അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറോ ഒന്നും മാർക്ക് ചെയ്തില്ല. ഇവിടെ അതേപോലെ മാർക്ക് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ഉണ്ടോ, അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വേണ്ടി ഇവിടെ കൊണ്ടുപോകാൻ പോകും. സെയിം ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു റിഫ്രാക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റിഫ്രാക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റിഫ്രാക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റിഫ്രാക്ഷൻ. അങ്ങനൊന്നും അല്ല. നമ്മൾ ജനറലി എന്താണെന്നറിയാമോ, ഒരു ലെൻസിൽ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നതായിട്ട് നമ്മൾ തൽക്കാലം കണക്കാക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ എടുക്കുന്നത്, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഈ ഓരോ സർഫസിലും നടക്കുന്ന റിഫ്രാക്ഷനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇതിന്റെ സെന്റർ വരെ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടന്നു, ഇത് ഇവിടെ വന്ന് വീഴുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒന്ന് വീണ്ടും ഒരു റിഫ്രാക്ഷൻ നടന്നിട്ട് ഇവിടെ വന്ന് വീഴുന്നു. ഇതാണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ ലെൻസ് ഇല്ല എങ്കിൽ ഇത് എവിടെ വന്ന് വീഴുമെന്നാണ് പഠിപ്പിച്ചത്? ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീഴുമെന്നാണ് പഠിപ്പിച്ചത്. ശരിയല്ലേ? എന്നാ നമ്മൾ പഠിപ്പിച്ചത് ഇത് ഒബ്ജക്റ്റ് അങ്ങനെയാണെങ്കിൽ ഇത് I' എന്നായിരുന്നു അന്ന് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഇത് I എന്നായിരുന്നു പഠിപ്പിച്ചത്. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇതെല്ലാം വളരെ തിൻ ലെൻസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആദ്യത്തെ, അതായത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് എടുക്കുന്നത് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ലെൻസ് ആണ്. അതിന് നമ്മൾ V' എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അത് അവിടെ അതേപോലെ തന്നെ എടുക്കുന്നത് ഇല്ലേ. ഇനിയും ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് V ആണ്. V എന്ന് പറയുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ലെൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടുത്തെ ഈ ഡിസ്റ്റൻസുകളൊക്കെ എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ലെൻസ് വളരെ തിന്നായത് കൊണ്ട് നമ്മൾ അതിനെയൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ആണ് കേട്ടോ ആക്ച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനെ കോമ ഇട്ടിട്ട് ആക്ച്വൽ ഇമേജ് എന്ന് എഴുതാം. ആക്ച്വൽ ഇമേജ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ആ പടത്തിനകത്ത് വേണം. റേ ഡയഗ്രാം ആയതുകൊണ്ട് തന്നെ ആരോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് തെറ്റിടും. ഇവിടെ നിങ്ങൾ ഡോട്ടഡ് ലൈൻ വെച്ചാൽ മതി. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇമേജ് ഉണ്ടാകുന്നില്ല. നമ്മൾ അവിടെ അങ്ങ് അസ്യൂം ചെയ്യുക ആദ്യത്തെ ലെൻസ് ഇല്ലായിരുന്നു അല്ലെ രണ്ടാമത്തെ ലെൻസ് ഇല്ലായിരുന്നു എങ്കിൽ ഇത് അവിടെ പോയേനെ എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? ആദ്യത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ എന്ന് പറയുന്നത്
ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഈ റെഡ് ആണ് കണ്ടോ. ഇതാണ് ആദ്യത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ഇൻസിഡന്റ് റേ. ആദ്യത്തെ ലെൻസിന്റെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇതാണ്. അത് മൂലം അവിടെ ഐ ഡാഷ് എന്ന് പറയുന്ന ഇമേജ് ഉണ്ടാകും. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ ഇമേജിലോട്ട് പോകുന്ന റേ, അതായത് ആദ്യത്തെ ലെൻസിന്റെ റിഫ്രാക്റ്റഡ് റേ അടുത്തത് ചെന്ന് വീഴുന്ന എവിടാന്ന് അറിയാമോ? ശരിക്കും ഈ രണ്ടാമത്തെ ലെൻസിലോട്ടാണ് ചെന്ന് വീഴുന്നത്. ആക്ച്വലി അവിടെ നിന്ന് അതിന് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ആക്ച്വലി ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യത്തെ ലെൻസിന്റെ ഇമേജ് ആണ് രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും അതേപോലെ തന്നെയാണ് പഠിപ്പിച്ചത്. നോക്കിക്കോ, ആദ്യത്തെ ലെൻസിന്റെ ഇമേജ് റേ എന്ന് പറയുമ്പോൾ ഇതല്ലേ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴല്ലേ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലൈറ്റിന്റെ ആദ്യത്തെ ലെൻസിന്റെ ഇമേജ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. അതിനാണ് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചത്. അപ്പൊ ആ ഒരു ഐഡിയയും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് ഓൾറെഡി അവിടെ പഠിപ്പിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട്, അത് തന്നെ ഇവിടോട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. നിങ്ങൾ പടം നല്ലതായിട്ട് വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി എഴുതിക്കോ, കൺസിഡർ. പരീക്ഷയ്ക്ക് ഈ കൺസിഡർ എന്നൊക്കെ പറഞ്ഞ് നീട്ടി വലിച്ചെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇംഗ്ലീഷിന്റെ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷന് വേണ്ടിയല്ല നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന എന്താണോ കാര്യം എന്നുള്ളത് മാത്രം എഴുതി വെച്ചാൽ മതി. വലിച്ചു നീട്ടി എഴുതണ്ട എസ്സേ ഒക്കെ എഴുതുന്ന പോലെ. ഞാൻ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പല സ്കൂളിലും ഈ എഴുത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നുള്ള പിള്ളേരൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇത് തരുന്നത്. നോർമലി നമുക്ക് എന്താ, ആ ഡെറിവേഷന്റെ കണ്ടന്റ് മാത്രം എഴുതിയാൽ മതി, മാർക്ക് വരും കേട്ടോ. അപ്പം കൺസിഡർ ടു ലെൻസസ്. സ്കൂളിൽ എഴുതുമ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്കൂളിൽ അവരെങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് എഴുതിക്കോണം. ഓരോ ടീച്ചർമാരും ഓരോ രീതികളാണ്, അതുകൊണ്ട് എഴുതിക്കോണം. കൺസിഡർ ടു ലെൻസസ് L1 and L2 of focal length f1 and f2 placed coaxially ആയിട്ട്, അതായത് ആക്സിസിൽ. ഇതൊക്കെ ഈ ടേം ഒക്കെ പഠിച്ചോണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് കോയാക്സിലി രണ്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അത് ഓർത്തോണം. കോയാക്സിലി ഇൻ കോണ്ടാക്ട് with each other, with one another. Let O be the object. on the principal axis. Let O point object എന്ന് പറയണേ. Let O be the point object on the principal axis. In the absence of ഇതൊന്നും വലിച്ചു വാരി എഴുതണ്ട കേട്ടോ. ഞാൻ ഇത് കൺസെപ്റ്റ് അങ്ങ് എഴുതി തരിക. ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ട. In the absence of lens L2, the first lens will form an image I dash of object O at a distance of V dash. Therefore, by lens formula എന്താ? ലെൻസ് ഫോർമുല നമുക്കറിയാം. 1 by f is equal to 1 by v minus 1 by u ആണ്. Here 1 by എന്താ, ഫസ്റ്റ് ലെൻസിന്റെ f1 ആണ് is equal to 1 by അവിടത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടത്തെ ഇമേജ് ഏതാ, ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് v ഡാഷ് ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഫസ്റ്റ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് u തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം.
ഇനിയും I dash will act as a virtual object for the lens L2, and its actual image is formed at V, at a distance V, at a distance of V. Therefore, by lens formula എന്താ 1 by f is equal to 1 by v minus 1 by u ആണ്. Here എന്താണ് here 1 by രണ്ടാമത്തെ f2 is equal to ഇമേജ് എന്ന് പറയുമ്പോൾ v തന്നെയാണ് മൈനസ്, പക്ഷെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ, ആദ്യത്തെ ലെൻസിന്റെ ഇമേജ് ആണ് രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് v ഡാഷ് ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് 2. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1 by f1 പ്ലസ് 1 by f2 എന്ന് എഴുതാം, ഈസിക്കൽ ടു ഇവിടെ 1 by v ഡാഷ് മൈനസ് 1 by u പ്ലസ് 1 by v മൈനസ് 1 by v ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് 1 by v ഡാഷും മൈനസ് 1 by v ഡാഷും വെട്ടിപ്പോയി, ബാക്കി എന്തെന്ന് വരും, 1 by f1 പ്ലസ് 1 by f2 ഈസിക്കൽ ടു മൈനസ് 1 by u പ്ലസ് 1 by v എന്ന് വരും. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 by f1 പ്ലസ് 1 by f2 ഈസിക്കൽ ടു 1 by v മൈനസ് 1 by u. 1 by v മൈനസ് 1 by u എന്ന് പറയുമ്പോൾ ലെൻസ് ഫോർമുല വെച്ചിട്ട് 1 by f ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, 1 by f1 പ്ലസ് 1 by f2 ഈസിക്കൽ ടു എന്താ, 1 by f. ശരിക്കും ഈ f എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ഫോക്കൽ ലെങ്ത് ഓഫ് കമ്പൈൻഡ് ലെൻസ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് കമ്പൈൻഡ് ലെൻസ്. ആ രണ്ട് ലെൻസിന്റെയും കൂടെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് ആണ് ഈ f എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കമ്പൈൻഡ് ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കിട്ടുന്നത്. വീണ്ടും എന്ത് ചെയ്യണം, അത് തിരിച്ചിട്ടാൽ മതി, അതായിരിക്കും അതിന്റെ ആൻസർ. ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പം ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f1 ആണെങ്കിൽ ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f2 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ 1 by f is equal to 1 by f1 plus 1 by f2 ആയിരിക്കും. അവിടുന്ന് ഇത് സോൾവ് ചെയ്തിട്ട് അതിനെ നേരെ തിരിച്ചിടുമ്പോൾ നമുക്ക് f കിട്ടും. f is equal to എന്ന് പറഞ്ഞ് കിട്ടും. ന്യൂമറിക്കലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി കമ്പൈൻഡ് ലെൻസിന്റെ പവർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ ഇത് കിട്ടി ഇല്ലേ, നമുക്ക് ഇത് കിട്ടി. ഫൈനൽ ഇക്വേഷൻ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അതായത് 1 by f is equal to, തിരിച്ചു വേണേ എഴുതാം കേട്ടോ, 1 by f is equal to 1 by f1 plus 1 by f2. ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പവർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, പവർ കണ്ടുപിടിക്കണേ ഇൻ ടേംസ് ഓഫ് പവർ. പവർ കണ്ടുപിടിക്കണേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാലോ, നമുക്കിപ്പോൾ അറിയാവുന്നത് 1 by f is equal to 1 by f1 plus 1 by f2 ആണ്. ഇതാണ് നമ്മുടെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത്. കമ്പൈൻഡ് ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പവർ ആണ്. ഇതെന്താ, കമ്പൈൻഡ് ലെൻസിന്റെ പവർ ആണ്. ഈസിക്കൽ എന്താ, p1 പ്ലസ് എന്തെന്ന് എടുത്താൽ മതി, p2 എന്ന് എടുത്താൽ മതി. അതെന്തുകൊണ്ടാ, നമുക്കറിയാം 1 by റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നതാണ് പവർ. ഈ പവർ എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ലെൻസിന്റെ ആണ്. കമ്പൈൻഡ് ലെൻസ്. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. കമ്പൈൻഡിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും പ്ലസ് എഴുതല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. അതായത് ലെറ്റ് m1 ആൻഡ് m2 be the magnification of lens
L1 and L2, lens L1 and L2 respectively. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? എം ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? M1 into M2 എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താ? ഇത് കമ്പൈൻഡ് ആണ്, കമ്പൈൻഡ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ കേസാണ്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ എത്ര ലെൻസ് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഈക്വേഷൻ തന്നെ കേട്ടോ. ഇപ്പം 10 ലെൻസ് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 1/f = 1/f1 + 1/f2 + 1/f3 + 1/f4 etc. up to 1/f10 അല്ലേ? അതേപോലെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ P = P1 + P2 + P3 + P4 + etc. up to P10. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ M = M1 × M2 × M3 × M4 etc. up to M10 വരെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനിയും ഓരോ കേസസ് ചെയ്യാൻ പോവാ. അതിനു മുമ്പ് ഇതെല്ലാം എഴുതി എടുത്തോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കേസ് നമുക്ക് 1, 2, ഒരു 3-4 കേസ് ഉണ്ട്. അതിൽ 2 കേസ്, 3-4 നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സബ് കേസ്. ഇപ്പൊ എന്റെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് 7 കേസാണ്. 7 കേസിൽ അതിനിടയ്ക്ക് വേറെ വീണ്ടും 2-3 കേസുകളുണ്ട്. അപ്പൊ മൊത്തം ഒരു 10-12 കേസ് നമുക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത്. അതിൽ ഓരോന്ന് വെച്ചിട്ട് കഴിഞ്ഞ 3 വർഷം അടുപ്പിച്ച് ചോദിച്ചായിരുന്നു. അപ്പം എന്തായാലും ആ കേസിലെ ആദ്യത്തേത് നോക്കിയോ. ഫസ്റ്റ് ആദ്യത്തേത് നോക്കിയോ. കേസ് 1. Case 1. Case 1. If we equally cut the lens vertically, ഇതൊരു കേസാണ്. വെർട്ടിക്കലി, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് പകുതിയാക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇങ്ങനെ ഒരു ലെൻസും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ലെൻസുമായിട്ട് മാറും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഞാൻ F ആയിട്ടാണ് ആദ്യം കൺസിഡർ ചെയ്തത്. 2 പീസ് ആവുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇതിന്റെ ഫോക്കൽ ലെങ്ത് എത്ര ആവുമെന്ന്. ഞാൻ ഇതിന്റെ F1ഉം ഇതിന്റെ F2 എടുത്തു. ആ 2 പീസിന്റെ ഫോക്കൽ ലെങ്ത് മാറോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ അങ്ങ് F1 F2 നമ്മൾ എടുത്തു. ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്ക് നോക്കാം. അതായത് then focal length of both half are same. ശരിയല്ലേ? അതായത് നമ്മൾ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ ആ F1 F2 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് therefore എന്തെന്ന് എഴുതാം? therefore F1 is equal to F2 എന്ന് എഴുതാം. therefore അല്ല, that is F1 is equal to F2. അത് നമുക്ക് F1 is equal to F2 എന്ന് എഴുതാം. അവിടെ കിടക്കട്ടെ. ഇനി നമുക്കറിയാം ഇതിന്റെ കമ്പൈൻഡ് ലെൻസിന്റെ ഇത് കണ്ടുപിടിക്കണമെന്ന്. അതായത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അതായത് നിങ്ങൾ ഒരു ലെൻസിനെ എടുക്കുന്നു, ആ ലെൻസിനെ വെർട്ടിക്കലി കട്ട് ചെയ്യുന്നു. ആ വെർട്ടിക്കലി കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാം?
അതിനെ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാ. അപ്പം അത് രണ്ട് ലെൻസിനെ ഒരുമിച്ച് വെക്കുന്നതിന്റെ ഒരു പ്രസക്തി അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ ഇത് എന്ത് ഭ്രാന്തിനാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നോട് ചോദിക്കല്ലേ. ഇത് അതിന്റെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മളൊരു ലെൻസ് എടുക്കുന്നു, ആ ലെൻസിനെ വെർട്ടിക്കലി കട്ട് ചെയ്ത് രണ്ടാക്കുന്നു. അപ്പൊ ആ ലെൻസിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അത് ആ ലെൻസ് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആയിരിക്കും. ഞാനിത് കട്ട് ചെയ്യുന്നു. ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ട് പീസിന്റെയും ഫോക്കൽ ലെങ്ത് സെയിം ആണ്. കാരണം ഒരേ ഇപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഉള്ള റേഡിയസ് ഓഫ് കർവേച്ചർ എല്ലാം സെയിം അല്ലേ. അപ്പൊ ഫോക്കൽ ലെങ്ത് സെയിം ആയിരിക്കും വരിക. F1 = F2 ആണ്. പക്ഷെ അത് രണ്ടെണ്ണത്തിനെ വീണ്ടും ഞാൻ കമ്പൈൻ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് എന്താണ് ഈ പറഞ്ഞ റേ ഡയഗ്രാം ഒക്കെ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ഇതിനെ പോലെ തന്നെ കിട്ടുമോ മുറിച്ചിട്ട് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ അങ്ങനെ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്താവുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇപ്പൊ കോമ്പിനേഷൻ തന്നെ ആയില്ലേ. ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. നമ്മളൊരു ലെൻസ് എടുക്കുന്നു, ആ ലെൻസിന് എന്തായാലും ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് 15 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അത് ഈ കോൺവെക്സിന്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനെ നമ്മൾ F1 എടുത്തു. ഓക്കെ, ഇനി ഞാൻ ആ ലെൻസിനെ ഞാൻ കൃത്യം നടുക്കൊന്ന് കട്ട് ചെയ്തു, വെർട്ടിക്കലി രണ്ട് ഹാഫ് ആക്കി. അപ്പൊ നമുക്കറിയാം അതിന്റെ രണ്ടിന്റെ ഫോക്കൽ ലെങ്ത് സെയിം ആയിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വലി ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. സെയിം മെറ്റീരിയലാണ്, എന്താണ് കർവേച്ചർ സെയിം ആണ്, എല്ലാ കാര്യങ്ങളും സെയിം ആയതുകൊണ്ട് ഒബ്വിയസ്ലി അതിന്റെ ഫോക്കൽ ലെങ്ത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇത് മുറിച്ചില്ലേ, മുറിച്ച് രണ്ട് പീസാക്കി. അതിനെ ഞാൻ ഇനി ഒരുമിച്ച് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് ഇതിന്റെ പഴയ ഫോക്കൽ ലെങ്ത് തന്നെ ഇതിന് കിട്ടുമോ, അതോ ഇനി ഫോക്കൽ ലെങ്ത് മാറുമോ, പുതിയത് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇതിനകത്തൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ കമ്പൈൻഡ് ലെൻസിന്റെ, അതായത് ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് വെക്കുവാണ്. ഇതിനെയും അതേപോലെ തന്നെ അതിനെ ചേർത്ത് വെക്കുന്നതായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഇതിനെ തന്നെ ഇങ്ങനെ അങ്ങ് ചേർത്ത് വെക്കുകയാണ്. ഇതിനെ ഇങ്ങനെ അങ്ങ് ചേർത്ത് വെക്കുകയാണ്. രണ്ട് കളറാക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ ചേർത്ത് വെക്കുവാണ്. ചേർത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചേർത്ത് ഒട്ടിച്ചു വെക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനിയും പറയാൻ പറ്റത്തില്ല മുറിച്ചു വെക്കും അല്ലെ മുറിക്കുന്നതിന് മുമ്പുള്ള ഫോക്കൽ ലെങ്ത് ആണ് F. അത് തന്നെയാണോ ഈ മുറിച്ചിട്ട് ഒട്ടിച്ചു വെക്കുമ്പോൾ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 1/F = നമുക്കറിയാം ജനറലി 1/F1 + 1/F2 ആണ്. നമുക്ക് ആ കമ്പൈൻഡ് ലെൻസ്, ഇതാണ് കമ്പൈൻഡ് ലെൻസിന്റെ കേസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം രണ്ടും സെയിം അല്ലേ. അതായത് 1/F1 F2നെയും F1നെ നമ്മൾ ഒന്നായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താക്കാം, സെയിം ആക്കാം. നമ്മൾ ഇവിടെ എന്താ F2നെ F1 ആക്കി അങ്ങോട്ട് എഴുതി. ഓക്കെ, അതെന്തുകൊണ്ടാ ഇതും F1ഉം സെയിം ആണ്, അതുകൊണ്ട് ഞാൻ F2ന് പകരം F1 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം, 1/F = ഇവിടെ 2/F1 എന്ന് എഴുതാം, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ F1 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ F1 = എന്താ, ഇത് ഇങ്ങോട്ടും വരും, 2F എന്ന് വരും. അതായത് നിങ്ങൾ ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അത് മുറിച്ചിട്ട് രണ്ട് ഹാഫ് ആക്കിയിട്ട് ആ ഹാഫിനെ ഒട്ടിച്ചു വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത് ഒരു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആവുന്ന പറയുന്നത്, 30 സെന്റിമീറ്റർ ആവുന്ന പറയുന്നത്. അതായത് അതിന്റെ ഒരു പീസിന്റെ ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണല്ലോ, F1 2F ആവുന്ന പറയുന്നത് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ജനറൽ ഫോർമുല ചെയ്യുമ്പോൾ നോക്കിയോ, നമുക്കത് പഴയത് തന്നെ കിട്ടുമെന്ന് നോക്കാം. 1/F = 1/F1 + 1/F2 എന്നായിരുന്നല്ലോ. അപ്പൊ നമുക്കറിയാം F1 2F ആണെങ്കിൽ F2ഉം എന്ത് തന്നെയായിരിക്കും, 2F തന്നെ ആയിരിക്കും. അത് രണ്ടും ഇവിടെ കൊടുത്താലോ, 1/F = 1/2F + 1/2F എന്ന് തന്നെ വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വരിക നോക്കിക്കോളൂ, കമ്പൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് തന്നെ വരും, നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോഴും 1/F എന്ന് തന്നെ വരുന്നത്. ഇത് എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇത്ര എഴുതണ്ട, നോക്കിക്കോളൂ ബാക്കി. അതായത് ഇതിപ്പോ 2/2F എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ കണ്ടോ 1/F എന്ന് തന്നെ വരുന്നത്. അതായത് അതിനെ നിങ്ങൾ മുറിച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തിയാലും ആദ്യത്തെ ഫോക്കൽ ലെങ്ത് തന്നെ കിട്ടും. പക്ഷെ പീസിന്റെ ഫോക്കൽ ലെങ്ത് ഇരട്ടിയാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം കേട്ടോ. ഇത് ഇച്ചിരി പാടാണ് മനസ്സിലാക്കാൻ. ഈ മുറിച്ചിട്ട് ഒട്ടിക്കുക അങ്ങനെയൊക്കെ പറയുന്ന കേസുകളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഞാനിത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ മതി. എഴുതുമ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഇനി എഴുതേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം.
ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമേ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. ഇനി ഞാനിത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാൻ പോവാണ്. നോക്കിക്കോളൂ. അതായത് ഞാൻ ഒരു ലെൻസ് എടുക്കുന്നു. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. ഓക്കെ, ഇതിപ്പോ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ കോമ്പിനേഷൻ ചെയ്യാൻ തൽക്കാലം ലെൻസ് ഒന്നുമില്ല, ഒരു ലെൻസേ ഉള്ളൂ. പക്ഷെ ഈ ലെൻസിനെ കമ്പൈൻ ചെയ്യിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇതിനെ നടുക്കൊന്ന് മുറിക്കുന്നു. ഓക്കെ, ഒബ്വിയസ്ലി രണ്ട് പീസായിട്ട് മാറി. ഒരു പീസ് ഇതും, ഒരു പീസ് ഇതുമായിട്ട് മാറി. ഓക്കെ, ഈ പീസിന്റെ ഫോക്കൽ ലെങ്ത് F1 ആയിട്ടും ഈ പീസിന്റെ ഫോക്കൽ ലെങ്ത് F2 ആയിട്ടും എടുത്താൽ അതിന് ഈക്വൽ ആണ്. കാരണം ഈക്വൽ ഇതാണ്. അപ്പം നമുക്ക് എഴുതാം F1 = F2. ഓക്കെ, അങ്ങനെ നമ്മൾ മറ്റേ ലെൻസ് ഫോർമുല, മറ്റേ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുത്തപ്പോൾ ഇതിനെ, അതായത് ഇപ്പൊ അത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? ഇതിപ്പോ ഈ ലെൻസിന്റെ മുറി പീസുകളാണ്. ആ മുറി പീസുകളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുമിച്ച് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അതായത് ഒരു പീസ് തന്നെ ഇങ്ങനെയും, അതേപോലെ തന്നെ ഒരു പീസ് തന്നെ ഇങ്ങനെയും. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആദ്യത്തെ ഫോക്കൽ ലെങ്ത് തന്നെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു പീസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് 2f കിട്ടി. അപ്പൊ ഒബ്വിയസ്ലി ഇതിന്റെയും എന്ത് തന്നെയായിരിക്കും? 2f. അങ്ങനെയാണെങ്കിൽ 1/2f പ്ലസ് 1/2f നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 2/2f കിട്ടും. കട്ട് ചെയ്യുമ്പോൾ എത്ര? 1/f തന്നെ. ഇതിന്റെ കണ്ടോ? അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന എന്താണ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണോ അത് തന്നെയായിരിക്കും നിങ്ങൾ മുറിച്ചിട്ട് അതിനെ ഒട്ടിച്ചു വെച്ചാലും കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് വെർട്ടിക്കലി കട്ട് ചെയ്താൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ മുറിക്കുന്ന പീസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലെൻസിന്റെ കാട്ടിലും കുറച്ച് ഡയറക്റ്റ് ആവും. കാരണം നമുക്ക് എന്താ, ഇതിപ്പോ 15 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 2f ആ കിട്ടിയത്. അതായത് ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. പക്ഷെ മുറിച്ച് വെക്കുമ്പോൾ വീണ്ടും എന്താ, 15 തന്നെ ആയിട്ട് മാറും. മുറിച്ചിട്ട് ഒട്ടിച്ചു വെക്കുമ്പോൾ. മനസ്സിലാകുന്നില്ലേ? ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതിന്റെ താഴോട്ട് ഒന്ന് എഴുതുക. ഇതിന്റെ താഴോട്ട് ഞാൻ എഴുതുക. therefore focal length of first half lens is എന്താ? 2f. അതേപോലെ തന്നെ also focal length of second half lens is എന്താ? is 2f. on combining both halves നമുക്ക് എങ്ങനെ എഴുതാം? 1/2f plus 1/2f is equal to എന്താ? 2/2f is equal to എത്രയാ? 1/f തന്നെ കിട്ടും. കണ്ടോ? ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇത്ര എഴുതിയിട്ട് നമുക്ക് ഇനി ഒരു കേസും കൂടെ, കേസ് 2 കൂടെ എഴുതിക്കും. ഇതിന്റെ കൂടെ പഠിപ്പിക്കുന്നതാണ്. അതും കൂടെ എഴുതിയിട്ട് നിർത്തും. അതായത് ലെൻസിനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്, ഇല്ലേ? ലെൻസിനെ ഹൊറിസോണ്ടൽ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഒന്നും സംഭവിക്കാനില്ല. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? അതായത് നമ്മളിപ്പം കട്ട് ചെയ്ത പോർഷന്റെ ഫോക്കൽ ലെങ്ത് ഇരട്ടിയായെന്നാ പറഞ്ഞത്. ഇപ്പൊ വെർട്ടിക്കലി കട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനേക്കാൾ ഇരട്ടിയായി. എന്നാൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന്റെ അതേ ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും ആ മുറിച്ച പീസുകളുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കേസ് 2. അതും കൂടെ എഴുതിയിട്ട് നിർത്തിയേക്കാം. കേസ് 2 എന്ന് എഴുതിക്കോളൂ. Case 2. If we cut the lens horizontally. ഈ ചോദ്യമാണ് ഈ ലാസ്റ്റ് വർഷം ചോദിച്ചത് കേട്ടോ. horizontally into two halves. അപ്പം നമ്മൾ ഒരു ലെൻസ്, ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f ആണ്. ഇതിനെ നമ്മൾ എന്താക്കുന്നു? ഹൊറിസോണ്ടലി കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കും. അപ്പൊ അതിന്റെയും ഫോക്കൽ ലെങ്ത് എഫ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതിക്കോണം. ഹിയർ ദ ഫോക്കൽ ലെങ്ത് ഓഫ് cut portion
portion is same as that of the original lens from which it is cut, which it is cut. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചാണ് കേട്ടോ, ഓർത്തോണം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്താവുമെന്നാണ് ചോദിച്ചത്. അപ്പൊ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയുമേ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ഇനിയിപ്പോ കേസ് 3 മുതൽ വേറെ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എഴുതി കഴിഞ്ഞെങ്കിൽ ലെഫ്റ്റ് ആവാമേ.